ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പ്രിന്റർ ആണ്. ഇത് നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ആർവോക്സ് A81 Pro എന്ന് പറഞ്ഞൊരു പ്രിന്റർ ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു പ്രിന്റർ ഉപയോഗം ഞാൻ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രിന്റർ ആണ്. ഞാൻ തന്നെ എനിക്കൊരു പ്രിന്റർ വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ കുറെ തപ്പി നടന്നിട്ടാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇന്ന് ഫുഡ് പ്രൊഡക്റ്റ് അല്ല. ഇതുപോലുള്ള പ്രൊഡക്റ്റുകളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇന്ന് നമ്മളൊരു ഗാഡ്ജറ്റ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പൊ ഈ ഒരു പ്രിന്ററിന്റെ ബോക്സിൽ വരുന്നത് ഈ ഒരു പ്രിന്റർ, പിന്നെ അതുപോലെ തന്നെ ഒരു 50 സ്ലിപ്പ് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു അഡാപ്റ്ററും കൂടെ ആണ് വരുന്നത്. ഈ ഒരു പ്രിന്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇങ്കിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊരു തെർമൽ പ്രിന്റർ ആണ്. ഐൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ മുകളിൽ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തത്, ഒരു ഓറഞ്ച് കളറിൽ. പിന്നെ വളരെ ചെറിയൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കേബിളും കൂടി വരുന്നുണ്ട്. ഈ ഒരു പോർട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്യാൻ ഒരു പോർട്ടും കൂടി അതിനുള്ള ഒരു കേബിളും കൂടി വരുന്നുണ്ട് ഈ ഒരു ബോക്സിൽ. ആമസോണിൽ ഈ ഒരു പ്രിന്ററിന്റെ വില വരുന്നത് 6389 രൂപയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പ്രവർത്തന രീതികൾ നോക്കാം. അപ്പൊ ഇത്രയും വലിയൊരു കേബിളാണ് വരുന്നത്. നമുക്ക് ഒരു ലാപ്ടോപ്പിന്റെ അഡാപ്റ്ററൊക്കെ പോലെ ഊരിയെടുത്ത് കുത്താൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കേബിൾ അത്യാവശ്യം നല്ല നീട്ടത്തിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്ലഗ് പോയിന്റ് തൊട്ടടുത്ത് കാണുന്നൊന്നുമില്ല. അപ്പൊ നമ്മളിത് പ്ലഗിൽ കുത്തി ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലും ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു പ്രിന്ററിന്റെ ഉള്ളിൽ ലേബൽ എങ്ങനെ വെക്കാൻ നമുക്ക് നോക്കാം. ഇതിവിടെ രണ്ട് സൈഡിലായിട്ട് ഒരു ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാൻ പറ്റും. അതിൽ രണ്ടിലും നമ്മൾ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രിന്റർ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതാണ്. കണ്ട, ഇതിന്റെ പിന്നിലേക്ക് നമുക്ക് തുറന്നിട്ട് കറക്റ്റ് ആയിട്ട് വെക്കണം. അപ്പൊ നമ്മൾ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലേബിൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൺ വഴി കണക്ട് ചെയ്യണം. ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രിന്റർ ആണ്. അപ്പൊ നമ്മുടെ ഫോണിൽ നമ്മൾ ലേബൽ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രിന്റർ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നമുക്ക് ലേബിളുകൾ ഇങ്ങനെ പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട ഇതേപോലെ നമുക്ക് പറിച്ചെടുത്തിട്ട് നമ്മുടെ പാർസലിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു തെർമൽ പ്രിന്റർ അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇതില്ല. അപ്പോൾ ആമസോണിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു തെർമൽ പ്രിന്റർ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഇ-കൊമേഴ്സ് ബിസിനസിന് വേണ്ടി നിങ്ങൾ ഒരു പ്രിന്റർ നോക്കി നടക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ഈ കാണുന്ന തെർമൽ പ്രിന്റർ കേട്ടോ. ഇനി നമുക്ക് ഇതിലേ ഒരു ഫോട്ടോ ഞാൻ പ്രിന്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നോർമൽ ഫോട്ടോ പ്രിന്റ് എടുത്ത് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ഫ്രം ആൽബാണ് എടുക്കുന്നത്. കണ്ട ഇങ്ങനെയാണ് ഫോട്ടോസ് ഒക്കെ നമുക്ക് മാക്സിമം ക്ലാരിറ്റിയിൽ പ്രിന്റ് എടുക്കാൻ പറ്റുക. നമുക്കൊന്ന് പ്രിന്റ് കൊടുത്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് കൊടുത്തിട്ട് പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് വരുന്നുണ്ട്. കണ്ട ഈ ഒരു രീതിയിലാണ് ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇതിൽ മാക്സിമം ക്ലാരിറ്റിയിൽ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു ജോക്കറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പ്രിന്റ് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെ വരാന്നുള്ളത്. ഇതേപോലെ വരും. അപ്പൊ ഈ പ്രിന്ററിനെ കുറിച്ച് കൂടുതൽ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ കമന്റിൽ റീപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.